ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ രാവിലെ നമ്മുടെ എല്ലാ സ്ത്രീകളും ആദ്യം ഓടുന്നത് നമ്മുടെ കിച്ചണിലാണല്ലേ. അത് സ്ത്രീകളുടെ മാത്രം ഒരു പ്രത്യേകതയാണല്ലേ. നമ്മൾ നേരെ എണീറ്റ് കിച്ചണിൽ വരിക, പിന്നെ ഒരു 10-15 മിനിറ്റ് കഴിക്കാനുള്ള ഐറ്റങ്ങളെല്ലാം ഒരു ദിവസം ഫുള്ളായിട്ട് നിന്ന് പാചകം ചെയ്യുക. അപ്പോൾ നമ്മൾ താനെ ഓട്ടോമാറ്റിക്കലി മടിയായിരിക്കുമല്ലേ. ചില ദിവസങ്ങൾ മടിയില്ലാത്തവർ കാണൂല. അപ്പോൾ എനിക്കും അതുപോലെ ചില ദിവസങ്ങളിൽ മടിയായിരിക്കും. ഇപ്പോൾ നമ്മൾ മടി തോന്നുന്ന ദിവസം ഇങ്ങനെ എണീറ്റ ഉടൻ ഫോണൊന്നും എടുത്ത് നോക്കാതിരിക്കട്ടെ, എങ്കിൽ പിന്നെ ആ ഇരിപ്പ് അങ്ങ് ഇരിക്കും. അതുകൊണ്ട് ഞാൻ ഫോൺ എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ നല്ല പാട്ടുകൾ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ടല്ലോ, പാട്ടായാലും ഇപ്പോൾ എന്തെങ്കിലും നമ്മുടെ പ്രാർത്ഥന അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഞാൻ ഓണാക്കിയിട്ട് നമ്മൾ കിച്ചണിൽ ജോലിക്ക് ചെയ്യാൻ വേണ്ടി കയറുക. അപ്പോൾ നമുക്ക് അത് കേൾക്കുകയും ചെയ്യാം, നമ്മളമ്മവും ആ മടിയൊക്കെ ഒന്ന് മാറി നമ്മൾ ഫ്രഷായിട്ട് പിന്നെ ജോലി ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഇല്ലാതെ ഇത് തന്നെ വെച്ചുകൊണ്ട് അവിടെ ഇരിക്കുമ്പോൾ നമ്മളെ ജോലി അവിടെ കിടക്കും, നമ്മൾ അങ്ങനെ ഇരിക്കും. മറ്റേ ഇതാകുമ്പോൾ നമ്മൾ ഫ്രഷായിട്ട് മൈൻഡ് നല്ല ഫ്രഷ് ആവുകയും ചെയ്യും, നമുക്ക് നമ്മുടേതായ ജോലികൾ ചെയ്യാനും പറ്റും. അതുപോലെ അങ്ങനെ മടിയുള്ള ദിവസം സിമ്പിളായിട്ടുള്ള റെസിപ്പികളൊക്കെ ചെയ്യാൻ നോക്കുക കേട്ടോ. വലിയ വലിയ പാചകങ്ങളൊന്നും ചെയ്യാതെ സിമ്പിളായിട്ടുള്ള അറിഞ്ഞുകൂടാത്തതൊക്കെ നമ്മളിതുപോലെ യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുക. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് മടിയും മാറും, നമ്മളെ ജോലികളൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാനും പറ്റും. പിന്നെ നല്ല നല്ല പാട്ടുകൾ ഇഷ്ടമില്ലാത്ത ആരുമില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഓണാക്കിയിട്ട് ഇതുപോലെ പാചകം ചെയ്യാൻ നിൽക്കുമ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് പോലും നമ്മളറിയില്ല, പെട്ടെന്ന് തന്നെ പാചകമൊക്കെ ചെയ്ത് തീർക്കും. അങ്ങനെയാണ് ഞാനും എൻ്റെ മടിയുള്ള ദിവസമൊക്കെ അങ്ങ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എന്നും ചെയ്യണ ഓരോ ജോലിയാണല്ലോ ഈ അടുക്കള ജോലി, അതുകൊണ്ടാണ് നമുക്ക് സ്വാഭാവികമായിട്ട് മടി സംഭവിക്കുന്നത്, എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ രാവിലെ ഇതാ ഞാൻ കിച്ചണിൽ വന്ന് ഒരു ചായയൊക്കെ കുടിച്ച്, നല്ല ഇഞ്ചി ചായയാണ് ഞാൻ സ്ഥിരം കുടിക്കുന്നത്. അങ്ങനെ അത് കുടിച്ച് പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് നല്ല ചമ്പ നെല്ലിൻ്റെ പുട്ടാണ് കേട്ടോ, അത് കടലക്കറിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കിയ പിന്നെ ഇതിൻ്റെ വീഡിയോ എടുത്തില്ല. അങ്ങനെ അതും റെഡിയാക്കിയിട്ട് പിന്നെ നമുക്കിന്ന് വൈകുന്നേരം സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് പച്ചരി ഒന്ന് വെള്ളത്തിലിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇടുമ്പോൾ അതും ഒന്ന് കുതിർന്ന് കിട്ടുമല്ലോ, അതിന് വേണ്ടിയാണ് രാവിലെ തന്നെ പച്ചരിയൊക്കെ ഒന്ന് കഴുകി കുതിർക്കാൻ വേണ്ടി ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സ് കൂടെ റെഡിയാക്കി എടുക്കുക. നമുക്കിത് പച്ചരി മാവിലും ഉണ്ടാക്കാം, പക്ഷേ ഇതുപോലെ അരി അരച്ചുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ അട ഉണ്ടാക്കാൻ വേണ്ടിയാണ് കേട്ടോ. അങ്ങനെ അതും കൂടെ ഒന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെച്ച്. ഇപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ പാത്രങ്ങളും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കിച്ചണൊന്ന് ക്ലീൻ ചെയ്ത് പിന്നെ ഞാൻ കുറച്ച് ഉച്ചയ്ക്കുള്ള ഫിഷൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്ത് വെജിറ്റബിളൊക്കെ അരിഞ്ഞു വെച്ച് തേങ്ങ ചിരുകി അതൊക്കെ ചെയ്തിട്ടാണ് ഞാൻ പിന്നെ ഇതുപോലെ പാത്രമൊക്കെ കഴുകി കിച്ചണൊക്കെ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യും. പിന്നെ നമുക്ക് അവിടെ വേറെ വൃത്തിയിടാവില്ല. ഇത്രയും ചെയ്യുമ്പോൾ നമ്മൾ ഉച്ചയ്ക്കുള്ള പകുതി മുക്കാൽ ജോലിയും ആവും. തേങ്ങയൊക്കെ ചിരുവി പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് ഫിഷൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കി ഇടുമ്പോൾ പിന്നെ നമുക്ക് അധികമൊന്നും ഈ കിച്ചണിൽ വേസ്റ്റ് ആവില്ലല്ലോ. അപ്പം ഞാൻ അത് എല്ലാം ചെയ്തതിന് ശേഷം ഇതുപോലെ കിച്ചണൊക്കെ നല്ലതായിട്ട് വൃത്തിയാക്കി ഇടണം കേട്ടോ. നല്ല ക്ലീൻ ചെയ്തിടുമ്പോൾ പിന്നെ നമുക്ക് അവിടെ നിന്ന് ഇതുപോലെ മിക്സിയിലൊന്ന് അരച്ച് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചാൽ മതിയല്ലോ. അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്തെടുത്തപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് നമ്മുടെ ചക്ക സീസൺ ആയല്ലോ, അപ്പോൾ എല്ലാവരുടെ വീട്ടിലുള്ള ഐറ്റം ആണല്ലോ ഈ ചക്കക്കുരു. അപ്പോൾ അത് വെച്ചൊരു ഷേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. ജ്യൂസ് നല്ല ടേസ്റ്റാണ്. ഇപ്പം ചക്കക്കുരു കഴിക്കുന്നത് നല്ലതാണല്ലോ കുട്ടികൾ. അപ്പോൾ അങ്ങനെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് ഇതുപോലെ ജ്യൂസാക്കി കൊടുക്കുക. അപ്പോൾ അതിന് ഞാൻ ഒരു 8-10 ചക്കക്കുരു കുക്കറിൽ വേവിച്ചെടുത്തതാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റി എടുക്കണം. അപ്പോൾ ചക്കക്കുരുവിൻ്റെ തൊലിയൊക്കെ മാറ്റി ഇതാ മിക്സി ജാറിലിട്ട്, അപ്പോൾ ഈ കറുത്ത തൊലി നല്ല ഹെൽത്തി ആണെന്ന് പറയുമല്ലോ, അതുകൊണ്ടാണ് അത് എടുക്കാത്തത്. ഇനി പഞ്ചസാരയും പാലും 2 ഏലക്കയും കൂടി ചേർത്ത് നല്ലതായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി ഷേക്ക് റെഡിയായി. ഇത് നല്ല തണുത്തിട്ട് കുടിക്കണം കേട്ടോ. അപ്പം ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വച്ചിട്ട് വീണ്ടും ഒരു അരമണിക്കൂർ കഴിഞ്ഞാണ് കുടിക്കണത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് എന്തായാലും ഇനി ഉച്ചത്തേക്കുള്ള പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ അതാ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ഓയിൽ ഒഴിച്ച് ചൂടായി കറിവേപ്പില ഇട്ടിട്ട്, ഇത് നമ്മുടെ വാഴപ്പൂവാണ് കേട്ടോ. വാഴപ്പൂ
അരിഞ്ഞ് കഴുകി വൃത്തിയാക്കിയതും പിന്നെ രാവിലെ പുട്ടിന് ഉണ്ടാക്കിയ കടല വേവിച്ചുതരാം. അപ്പോൾ ഞാൻ കുറച്ച് കടല മാറ്റി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ കടലയും കൂടെ ഇട്ട് വാഴപ്പൂ തോരൻ വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അങ്ങനെ കടലയും പിന്നെ നമ്മുടെ തോരത്തിന് അരയ്ക്കുന്ന അരപ്പുണ്ട്, തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും ഉപ്പും മഞ്ഞളും കൂടെ ഒന്ന് ചതച്ച് അതും കൂടെ ഇട്ട് മൂടി വയ്ക്കുക. ഒരു 10 മിനിറ്റ് വേണ്ട, നമ്മൾ കടലയൊക്കെ വേവിച്ചതല്ലേ, അപ്പോൾ വാഴപ്പൂവും അത്ര വേവില്ലല്ലോ. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞ് മൂടി തുറന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് ഒരു 2 സെക്കൻഡ് കൂടെ വയ്ക്കുക കേട്ടോ. അപ്പോൾ അടിപൊളി വാഴപ്പ് തോരൻ റെഡിയായി. എന്ത് സിമ്പിളാണ്, എന്നാൽ ഹെൽത്തിയുമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതുപോലെ കടലയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ അത് റെഡിയാക്കി മാറ്റി വെച്ചു. ഇനി നമുക്ക് നമ്മുടെ ചക്കക്കുരുവും മാങ്ങയും കൂടി ഇട്ടുള്ള ഒരു കറി ഉണ്ടാക്കണം. അപ്പോൾ ചക്കക്കുരുവൊക്കെ ഞാൻ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചല്ല. ഇനി അത് കുക്കറിലേക്കിട്ട് വേവിക്കണം. അതിൽ ചക്കക്കുരുവും നമ്മുടെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് ഒരു 5 വിസിൽ കേൾപ്പിക്കുക. നല്ല വേവണം. അപ്പോൾ അത് വേവാൻ വയ്ക്കുന്ന സമയത്ത് അതിനുള്ള അരപ്പ് തയ്യാറാക്കാം. തേങ്ങയും ജീരകവും വെളുത്തുള്ളി നമ്മുടെ തേങ്ങയ്ക്കനുസരിച്ച് എടുക്കുക കേട്ടോ. പിന്നെ ഇതുപോലെ ചെറിയ കാന്താരി ഉണ്ടെങ്കിൽ അതിടാം, അല്ലെങ്കിൽ ഇതുപോലത്തെ കാന്താരിയും കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്നരച്ചെടുക്കുക. ഒത്തിരി അരയണ്ട. അപ്പോൾ നമ്മുടെ ചക്കക്കുരു ഒരുവിധം വെന്ത് 5 വിസിൽ കേട്ടോ. അപ്പോൾ ഒരുവിധം വെന്തോളൂ. പിന്നെ ബാക്കി നമുക്ക് കുറച്ചൊന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. നല്ല വെന്താലേ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടും, നല്ല കൊഴുപ്പ് കിട്ടും. അപ്പോൾ ഇനി ഞാനിതിലേക്ക് ബാക്കി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ മാങ്ങ, അതും കൂടെ ഇട്ട് അല്പം വെള്ളം കൂടെ ഒഴിച്ച് ഒരു വിസിലും കൂടെ കേൾപ്പിക്കാം. അപ്പോൾ ഒരു വിസിലും കൂടെ കേൾപ്പിച്ചപ്പോൾ നമ്മൾ ആ മാങ്ങയും ചക്കക്കുരുവൊക്കെ ഒത്തിക്കൂടെ വെന്ത് ഇനി അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് അതിലേക്കിട്ട് അല്പം വെള്ളവും കൂടെ ചേർത്ത് നല്ലതായിട്ട് തിളപ്പിക്കണം. നല്ല തിളപ്പിച്ച് നമ്മുടെ അരപ്പിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴാണ് അതിന് ടേസ്റ്റ് കിട്ടുന്നത്. ഇതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. പുളിപ്പും നല്ല ചക്കക്കുരുവിൻ്റെ കൊഴുപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് ചോറ് കഴിക്കാൻ. അപ്പം നല്ല തിളച്ചപ്പം ഞാൻ അതിലേക്ക് കടുകും കൂടെ താളിച്ച് ഒഴിച്ച്. അപ്പം നമ്മൾ ഉച്ചയ്ക്കുള്ള അടിപൊളി മാങ്ങക്കറിയും ചക്കക്കുരു മാങ്ങയും കൂടെയുള്ള കറിയും നമ്മുടെ വാഴപ്പൂ തോരൻ, പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ മീൻ കറിയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചില്ല, കഴിഞ്ഞ വീഡിയോയിലിട്ട് അതേ സെയിം രീതിയിലാണ് ഉണ്ടാക്കിയത്, അതുകൊണ്ടാണ്. അപ്പോൾ ഉച്ചത്തേക്ക് ഇതാണ് അടിപൊളി ലഞ്ചൊക്കെ റെഡിയായി. അങ്ങനെ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ ഇതുപോലെ കിച്ചണിൽ വയ്ക്കുന്നതിൻ്റെ ചെടിയാണ് കേട്ടോ. അപ്പോൾ അത് ഇടയ്ക്കൊന്ന് നനച്ച് കൊടുക്കും ഞാൻ. അപ്പോൾ ഇന്ന് 2-3 ദിവസമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് നനച്ചിട്ട് പുറത്തൊന്ന് കുറച്ച് സമയം സൂര്യപ്രകാശം കൊള്ളിക്കാൻ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആ സൂര്യൻ്റെ പ്രകാശം കൂടി അടിക്കുമ്പോഴാണ് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോഴും ഓർമ്മിക്കുന്ന പോലെ വെള്ളം തളിച്ചിട്ട് കൊണ്ടുവയ്ക്കും കേട്ടോ, ഇല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു. അങ്ങനെ അതൊക്കെ കൊണ്ടുവച്ചിട്ട് നമ്മൾ രാവിലെ കുതിർക്കാനിട്ടില്ലേ പച്ചരി, അത് നല്ലതായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ വൈകുന്നേരം വരെ ഞാൻ കാത്ത് നിൽക്കില്ല കേട്ടോ, എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ. ഇപ്പം അതുകൊണ്ട് നല്ലതായിട്ട് പച്ചരി കഴുകി നല്ലതായിട്ട് ഇതുപോലെ പേസ്റ്റാക്കി അരച്ചെടുത്ത് ഇനി നമുക്കിതുപോലെ ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് അതേപോലെ ഇരട്ടി വെള്ളം കൂടെ ഒഴിക്കണം. അത്രയും വെള്ളം കൂടെ ഒഴിക്കുമ്പോഴേ നമ്മളെ മാവ് കറക്റ്റായിട്ട് വെന്ത് വരുള്ളൂ. അപ്പോൾ ആ വെള്ളം കൂടെ ഒഴിച്ച് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പ് പ്രത്യേകം ഇടേണ്ട ആവശ്യമാണ്. നമ്മൾ ഈ മധുരമുള്ളതൊക്കെ ഉണ്ടാക്കുമ്പോൾ അല്പം ഉപ്പ് ചേർക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഉപ്പും കൂടെ ചേർത്ത് ഇതുപോലെ സ്റ്റൗ ഓണാക്കി ഒന്ന് കുറുക്കിയെടുക്കുക. ഇതുപോലെ കുറുക്കി മാറ്റി വയ്ക്കേണ്ട. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമ്മുടെ അട. അതുകൊണ്ടാണ് നമ്മൾ പച്ചരി മാവിൽ ഉണ്ടാക്കണേക്കാൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇവിടെ മക്കൾക്കൊക്കെ ഈ രീതിയിൽ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അല്പം ഒരു പാടേ ഉള്ളൂ. അങ്ങനെ നമ്മൾ സ്ഥിരം ചെയ്ത് വരുമ്പോൾ പിന്നെ അത് പാടായിട്ട് തോന്നില്ല, നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ ശർക്കരയും തേങ്ങയും ഏലക്കയും 2 പഴം കയ്യിലുള്ളതുകൊണ്ട് അതും കൂടെ ഇട്ട് എന്നിട്ട് ഇതിൽ നിന്ന് ഓരോ ബോളെടുത്ത് ഇതുപോലെ നല്ലതായിട്ട് പരത്തി കൊടുക്കുക കേട്ടോ. അല്പം വെള്ളം കൂടെ കയ്യിൽ തൊട്ടിട്ട് പരത്തി എടുക്കുക കേട്ടോ. ഇപ്പം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ചക്കപ്പഴത്തിൻ്റെ സീസണല്ലേ, അപ്പോൾ വരിക്ക ചക്കയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പഴത്തിന് പകരം അതിൽ ചക്കയൊക്കെ ഇട്ട് എടുക്കുമ്പോൾ അത് നല്ല ടേസ്റ്റാണ്. ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞിട്ട് അതിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാൻ പഴം കയ്യിലുള്ളതുകൊണ്ടാണ് ഇട്ടത് കേട്ടോ, നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്ക് അതും കൂടെ ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. പെട്ടെന്നായി കിട്ടും. നമ്മൾ കുറുക്കിയെടുത്ത മാവല്ലേ, ഓൾറെഡി വെന്ത മാവാണല്ലോ. അപ്പോൾ അടയും വെന്ത് 15 മിനിറ്റ് ഞാൻ വച്ചിരുന്ന്. അപ്പോൾ നല്ല അടയൊക്കെ ഇതുപോലെ ഇളകി വന്നിട്ടുണ്ട് കേട്ടോ, നല്ല സോഫ്റ്റാണേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. ഇതുപോലെ നമ്മൾ എണ്ണപ്പലഹാരമൊക്കെ മാക്സിമം ഒഴിവാക്കിയിട്ട് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ളവയൊക്കെ റെഡിയാക്കി കൊടുക്കുക. വല്ലപ്പോഴൊക്കെ എണ്ണപ്പലഹാരം കൊടുക്കുക, ഞാനും വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കും കേട്ടോ.
അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയും വിശേഷവും റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.